പ്രശാന്ത് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത മാമൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. എഴുതിയിരിക്കുന്നത് ആക്ടർ സൂര്യയാണ്. ഓക്കെ, എടുത്തു പറയണം, നന്നായിട്ട് ഇതിന്റെ കണ്ടന്റ് അടിപൊളിയാണ് കേട്ടോ. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഗണേഷ് ശിവ, സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ദിനേശ് പുരുഷോത്തമൻ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹിഷാം, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. ഇമോഷണൽ ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഹൃദയത്തിന്റെ ഒരു പാട്ടിന്റെ ഒരു തമിഴ് വെർഷൻ ഇതിൽ കേൾക്കാൻ പറ്റി. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ബോറാക്കാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്നായിട്ട് കഴിഞ്ഞാൽ സിനിമ ഒരു ഫാമിലി, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. തമിഴ് ഓഡിയൻസിന് കാണാൻ പറ്റിയ ഒരു പടമാണ്. അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കണക്ട് ആയി. ഇവിടുത്തെ ഓഡിയൻസിന് എത്രത്തോളം അത് അക്സെപ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇത് എന്താ പറയുക, അവർ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ നമ്മളിത് എന്താ പറയുക, ഇത് നമ്മൾ കണ്ട് മടുത്തതല്ല, അല്ലെങ്കിൽ ഇതിന്റെ പാസ് ഓവർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഇതിനെ തള്ളിക്കളയുമായിരിക്കും. പക്ഷെ എനിക്കെന്തോ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കൊരു മ്യൂഷിപ്പൊന്നും ഇല്ലാതെ ഒന്ന് കാണാൻ പറ്റി. നല്ലൊരു സിനിമ മാമൻ. ഒരു ഇമോഷണൽ മാമൻ മനുഭവൻ തമ്മിൽ ഒരു ബോണ്ട്, അങ്ങനെ പല ബോണ്ടുകളുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ട്. സൂരി, എന്റെ പൊന്നെ, അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ്, കോമഡിയിൽ നിന്ന് തുടങ്ങിയ ഒരു മനുഷ്യൻ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രമൊന്നും ഒരു രക്ഷയില്ല. ഈ മാമൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നന്നായിട്ട് ഈ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ആ ഇമോഷണൽ രംഗമായാലും പിന്നെ കോമഡി, ആ ഇമോഷണൽ രംഗം, അതൊക്കെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് രണ്ടുപേരെ ഞാൻ പറയും, സ്വാസിക, ഐശ്വര്യലക്ഷ്മി, ഒരു രക്ഷയില്ല. രണ്ടുപേരും ഈ ഒരു സിനിമയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് രാജ്കിരണുണ്ട്. അങ്ങനെ കുറച്ച് നീണ്ട കാസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു സിനിമയാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. നമ്മളെ മലയാളികൾ ഇത് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. തമിഴ് ഓഡിയൻസ് ഉറപ്പായിട്ടും ഇരി കൈ നീട്ടി ഈ പടം സ്വീകരിക്കുന്നു. 100% ഗ്യാരണ്ടിയാണ്. അന്ന് അത്രയ്ക്കും എന്തോ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിന്റെ ഒരുപാട് ഇമോഷണൽ ആണ്. എനിക്ക് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ നല്ല ഇമോഷനാണ്. നല്ല ഇമോഷണൽ എന്ന് പറഞ്ഞാൽ നല്ല ഇമോഷണലാണ്. പിന്നെ അവസാനം ഒരു ഹാപ്പി എൻഡിങ്. നല്ലൊരു പടം. ഓക്കെ, മാമൻ. അതാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളത്. നല്ലൊരു സിനിമയാണ്.